അഭിമാന നേട്ടങ്ങളുമായി രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വെറുമൊരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോട് സംവദിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതാണ് ഓരോ ജില്ലാതല യോഗങ്ങളിലും മുഖ്യമന്ത്രി നാടിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട മനുഷ്യരോട് സംവദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വെറും ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നതാണ്. ഇന്ന് തന്നെ വയനാട്ടിൽ 123 പട്ടികവർഗ കുടുംബങ്ങളിൽപ്പെട്ട മനുഷ്യർക്കാണ് വീട് നൽകുന്നത്. അതിൻ്റെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്യും. നോക്കൂ എത്രമാത്രം മനുഷ്യത്വപരമായിട്ടാണ് ഒരു സർക്കാർ അതിൻ്റെ വാർഷികങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന്. രണ്ടുപേരാണ് എന്നോടൊപ്പം ചേരുന്നത്, എം സന്തോഷ്, ഒപ്പം തന്നെ ജോഷില. ആദ്യം സന്തോഷിലേക്ക്. സന്തോഷ്, ഇന്നലെ കാസർഗോട്ടെ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ വയനാട്ടിലേക്ക് യാത്ര ചെയ്തെത്തിയിരിക്കുകയാണ്. സന്തോഷ്, യാത്രയൊക്കെ വളരെ സുഖകരമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ റോഡുകളൊക്കെ നല്ല ഗംഭീരമായി പണിതിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനായാസം അവിടുന്ന് കയറി എത്താൻ പറ്റും. ഇന്നിപ്പോൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് അവിടെ 123 കുടുംബങ്ങൾക്ക് ഇന്ന് വീട് നൽകുകയാണ്. അതിൻ്റെ താക്കോൽ മുഖ്യമന്ത്രി കൈമാറും. ഇതിൽ പരം വാർഷികാഘോഷത്തിന്, ഇതിൽ പരം സന്തോഷകരമായ ഒരു അവസരം വേറെയുണ്ടോ, അല്ലെങ്കിൽ ഒരു മുഹൂർത്തം വേറെയുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. ഇന്നലെ കാസർഗോഡ് കാലിക്കടവിലായിരുന്നു സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ. അത് കഴിഞ്ഞ് വൈകുന്നേരം കാഞ്ഞങ്ങാട് വലിയ 10,000 പങ്കെടുത്ത LDFിൻ്റെ മഹാറാലിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി മനു പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള റോഡിലൂടെ ചുരം കയറി വയനാട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ വയനാട്ടിൽ ഞാനും ജോഷിലയും, എനിക്കൊപ്പം ജോഷില കൂടിയുണ്ട്. നമ്മൾ രണ്ടുപേരും ഉള്ളത് ഇന്ന് ഈ പ്രദർശന വിപണന മേള നടക്കുന്ന SKMJ സ്കൂൾ മൈതാനത്താണ്. ഇവിടെയാണ് ഈ 4ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രദർശന വിപണന മേള നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ വയനാട്ടിലെ ഈ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുഖ്യമന്ത്രി നടത്തുന്ന സംവാദം തന്നെയാണ്. അതിൽ 500 പേർ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, വ്യവസായ സംരംഭകർ, അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ളവർ, ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി സംവദിക്കുക, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട് ഈ സർക്കാരിന്റെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. അത്തരത്തിൽ തീർത്തും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ തന്നെയാണിത്. തുടക്കം മുതൽക്ക് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇന്ന് വയനാട്ടിൽ നടക്കുന്ന, ഇന്ന് കാസർഗോഡ് ജില്ല കഴിഞ്ഞ് കണ്ണൂരിൽ ഈ വയനാട്ടിലേക്കാണ് നേരിട്ട് മുഖ്യമന്ത്രി എത്തുന്നത്. ഈ വയനാട് ജില്ലയിൽ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെയാണ് മനു സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേവലമായ ഒരു ഉദ്ഘാടന ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഈ വാർഷികാഘോഷ പരിപാടി മാത്രമല്ല വയനാട്ടിൽ നടക്കുന്നത്. പരൂർ കുന്നിലെ 123 കുടുംബങ്ങൾക്ക് മനോഹരമായ വീടുകൾ നിർമ്മിച്ച് നൽകി അതിന്റെ താക്കോൽദാനം കൂടി നിർവഹിക്കുകയാണ്. അക്കാര്യങ്ങളെക്കുറിച്ച് ജോഷില നമ്മോടൊപ്പമുണ്ട്. ജോഷില, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ജനങ്ങളുടെ സർക്കാരാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്, ജനകീയ സർക്കാരാണ്. ജനങ്ങൾക്കും ആ കാര്യങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായി കഴിഞ്ഞ 9 വർഷത്തിനിടെ ബോധ്യപ്പെടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കാസർഗോഡ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞു. വയനാട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും പരിപാടികൾ, പ്രത്യേകിച്ചും ഈ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതെല്ലാം വലിയ ഒരു ജനകീയ സർക്കാരിന്റെ നേട്ടമായി തന്നെ കാണേണ്ടി വരും, അല്ലേ? തീർച്ചയായും സന്തോഷ്. കാരണം വയനാട് ഇതിനെ സ്വീകരിക്കുന്നത് വളരെ ആവേശത്തോടു കൂടിയാണ്. ഇന്നലെ നടന്ന വിളംബര ജാഥ തന്നെ 1000-ലധികം ആളുകൾ പങ്കെടുത്ത വിളംബര ജാഥയായിരുന്നു ഇന്നലെ വൈകുന്നേരം വയനാട്ടിൽ കൽപ്പറ്റയിൽ നടന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ നഗരിയിൽ നിന്നുമാണ് ആ വിളംബര ജാഥ ആരംഭിച്ചത്. മന്ത്രി OR കേളു അടക്കമുള്ള ആളുകൾ ഈ വിളംബര ജാഥയോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല 2500 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച തീം പവലിയൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ തന്നെയാണ് മുഖ്യമന്ത്രി, ഇതിനടുത്തുള്ള ചന്ദ്രഗിരി ഓഡിറ്റോറിയം ാണ് മുഖ്യമന്ത്രി 500 പ്രതിനിധികളുമായി സംവാദം നടത്തുക. അത് തന്നെ വലിയ കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് എത്തി ഇവരോടൊക്കെ തന്നെ അഭിപ്രായങ്ങൾ, എങ്ങനെയാണ് ഒരു സമൂഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് അടിസ്ഥാനപരമായി എന്തൊക്കെ വേണം, ഓരോ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു, അവരെ എല്ലാം കേൾക്കുന്നു, കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. വലിയ പ്രളയത്തെയും നിപ്പയെയും കോവിഡിനെയും ഒക്കെ നേരിട്ടുകൊണ്ട് ഒരു ഭാഗത്ത് ദുരിതങ്ങളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്ത് വികസനം നടപ്പിലാക്കാൻ മറക്കാത്ത ഒരു സർക്കാർ, ഈ ഒരു സർക്കാർ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട പരിപാടി, മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം LDFന്റെ റാലി കൂടിയുണ്ട്. അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ്. ആ ഒരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള കാര്യം, പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഇത് ഒന്നുമല്ലാതെ മറ്റൊരു ഭാഗത്ത് ടൂറിസം വികസനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഈ ചൂരൽമല മുണ്ടൽക്കൈ ദുരന്ത ബാധിതർ കൂടി പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പ്രതിനിധികളുണ്ട്. വൈകുന്നേരം നടക്കുന്ന റാലിയിലും അവർ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു പല ഘട്ടങ്ങളിലായി മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകൾ, ദുരന്തത്തിനിരയായവർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സർക്കാരിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കൂടിയാണ് അവർ ഈ പരിപാടികളെല്ലാം പങ്കെടുക്കാനായി എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും മുണ്ടക്കൈയിലെയും ദുരന്ത ബാധിതർ ഇവിടേക്ക് എത്തിച്ചേരും. അവർക്ക് പറയാനുള്ളതൊക്കെ തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയും. അതുപോലെ തന്നെ അവർക്ക് ഇതുവരെ കിട്ടിയ ആനുകൂല്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയും. ഇനി മുന്നോട്ട് പോകാൻ എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കുക, പദ്ധതികൾ ആവിഷ്കരിക്കുക. ഇതൊക്കെ നേരിട്ട് കേൾക്കാൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. നേരിട്ട് മുഖ്യമന്ത്രി എത്തി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായി സംവദിക്കുന്നു, അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇതൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു വലിയ വിദഗ്ധ സംഘം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, നടപ്പിലാക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേട്ടം അതാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കേരളം കണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. ഞാൻ പറയുന്നത് നേരത്തെ ഈ റോപ്പ് വേ അടക്കം, അതായത് വയനാട് നിന്നും കോഴിക്കോടേക്ക് അടക്കം എത്രയും പെട്ടെന്ന് 15 മിനിറ്റിനകം ഇവിടേക്ക് എത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള സഞ്ചാര പാതകൾ, അതുപോലെ തന്നെ റോപ്പ് വേ അടക്കമുള്ള കാര്യങ്ങൾ വരാൻ പോവുകയാണ്. ഇതൊക്കെ തന്നെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ദുരന്തബാധിതരെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ ഇന്നിവിടെ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സന്തോഷം.